ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ, ആരെ ഒഴിവാക്കാതെ? സ്വന്തം പുത്രനെ എന്ന് പറഞ്ഞാൽ ഒരപ്പനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടത് സമ്പത്തിനേക്കാൾ ഉപരി എന്തായിരിക്കണം? പുത്രൻ തന്നെ ആയിരിക്കണം, മക്കളായിരിക്കണം, അല്ലെ? എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവിന് ഏറ്റവും വിലപ്പെട്ട ഒന്നിനെ മാറ്റി നിർത്താതെ, അങ്ങനെ അതിനർത്ഥം. അപ്പൊ പിതാവായ ദൈവം സ്വന്തം പുത്രനെ തന്നെ ഒഴിവാക്കാതെ, മാറ്റി നിർത്താതെ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്നെ ഏൽപ്പിച്ചു തന്നെങ്കിൽ വചനം ചോദിക്കുന്നു, അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി തരാതിരിക്കുമോ? ഹല്ലേലൂയ. ചുമ്മാ കേട്ടുപോകാൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ട, ഈ വചനത്തിന്റെ അഭിഷേകം നമ്മൾ എടുക്കണം, ഹൃദയത്തിലേക്ക് എടുക്കണം. നമ്മുടെ പരാതി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പല മേഖലകളിൽ നമുക്ക് പരാതിയാ. ഇന്നലെ ഡേവിസ് പറഞ്ഞു, പരാതിയാ. അഭിഷേകം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഒറ്റ കാര്യം നോക്കിയാൽ മതി, നമുക്ക് പരാതി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പേഴ്സണൽ, നമ്മുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടുന്നില്ല, സ്വന്തമാക്കുന്നില്ല, ഇല്ല എന്ന് പറയുന്ന എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം അഭിഷേകം ഇല്ലെന്നുള്ളതാണ്. ഇവിടെ വചനം പറയാണ്, സ്വന്തം പുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ നമുക്കെല്ലാവർക്കും വേണ്ടി ദാനമായി തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? ഹല്ലേലൂയ. ഇപ്പൊ സ്വന്തം പുത്രനെ തന്നു, അവനോടുകൂടെ ഇനി സമസ്തവും എങ്ങനെ തരുമെന്നാ പറഞ്ഞേ? എങ്ങനെ? നമ്മൾ വല്ലതും കൊടുത്തോ? വീട്ടിൽ നിന്ന് വന്നപ്പോ എന്നാ കർത്താവിന് കൊടുക്കാനായിട്ട് സ്തോത്ര കാഴ്ചയുടെ കാര്യമല്ല അച്ഛൻ പറയുന്നത്, അല്ലേട്ടോ. നിങ്ങൾ അങ്ങനെ ഈ ഈശോയ്ക്ക് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നല്ല, ജീവിതത്തിന്റെ സ്വന്തം പുത്രനെ ദാനമായി തന്ന് അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി തന്നു. എല്ലാം ദാനമാ. പാപം യേശുക്രിസ്തുവിലൂടെ തന്നതൊക്കെ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം, എങ്കിലും ഇതൊക്കെ ദാനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. പാപമോചനം നമുക്ക് കിട്ടുന്നത് കാശ് കൊടുത്തിട്ടാണോ? പറ. നിങ്ങൾ ഇത്രയും വർഷമായില്ലേ കുമ്പസാരിക്കാൻ തുടങ്ങിയിട്ട്? ഇത്രയും വർഷത്തിനുള്ളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കുമ്പസാരിക്കാൻ പോയിട്ട് അച്ഛനെ വിളിപ്പിച്ച്, അല്ലെങ്കിൽ അച്ഛ എനിക്കൊന്ന് കുമ്പസാരിക്കണം, നിങ്ങൾ ആരെങ്കിലും അച്ഛന് കുമ്പസാരം കഴിഞ്ഞാൽ അച്ഛ എന്നാ കുമ്പസാരിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞ് കാശ് കൊടുക്കേണ്ട അവസ്ഥ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പറ. ഉണ്ടെങ്കിൽ പറ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനെ പോകാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. കാരണം ഇത് സൗജന്യമാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത്, സൗജന്യമായി കിട്ടി സൗജന്യമായി കൊടുക്ക. പാപമോചനം ദൈവത്തിന്റെ സൗജന്യമാണ്. ഹല്ലേലൂയ. ശ്രമമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമ്മൾ വില കൊടുത്തതല്ല, നമ്മൾ വില കൊടുത്ത് നേടിയെടുത്തതല്ല ഈ പാപമോചനം. സ്വന്തം പിതാവ് തന്റെ പുത്രനിലൂടെ, യേശുക്രിസ്തുവിന്റെ സഹനത്തിലൂടെ, അവന്റെ കുരിശുമരണത്തിലൂടെ, അവന്റെ ശരീരത്തിൽ അവൻ ഏറ്റെടുത്ത ഓരോ അടിപ്പിണറിലൂടെ, അവൻ ചിന്തിയ പരിശുദ്ധ രക്തത്തിലൂടെ എനിക്കും നിനക്കും സൗജന്യമായി നേടിത്തന്നതാണ് പാപമോചനം. ഹല്ലേലൂയ. ഇതിപ്പോ സൗജന്യമാണെങ്കിലും വേണ്ട, സൗജന്യം ആയതുകൊണ്ടായിരിക്കും വേണ്ടാത്തത്, അല്ലേ? സൗജന്യം ആയതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും വിലയില്ലാത്തല്ലേ. സൗജന്യം ആയി കഴിഞ്ഞാൽ വലിയ വിലയുണ്ടാകുകയില്ല. എന്നാൽ കൊൽപ്പം ഇവിടെ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ വന്നു. അപ്പൊ അതിൻ്റെ പുസ്തകത്തിന്റെ വില നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് 200 രൂപ വില. ആകെ 90 താളേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചോദിച്ചു, 90 താളുള്ളതിന് 200 രൂപ വിലയോ? വില കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഈ സാധനത്തിലൊന്നും ഇല്ല, ഇതിനകത്തൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. 200 രൂപ വില ഈ സാധനത്തിന്. 200 രൂപ വിലയെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ സീരിയസ് ആയിട്ട് എന്തോ ഉണ്ട്.
സ്വരം പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ സൗജന്യമായി ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെടുമ്പോ അതിന് വിലയില്ല എന്ന് കരുതരുത്. പാപമോചനം സൗജന്യമായി നൽകപ്പെട്ടതാണ്. അത് നമ്മുടെ യോഗ്യതയല്ല, കർത്താവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാ. അതുകൊണ്ടാണ് കർത്താവിന്റെ സന്നദ്ധിയിൽ കൊടും പാപിക്ക് പോലും നിൽക്കാനുള്ള അർഹത കിട്ടുന്നത്. കർത്താവിന്റെ മുമ്പിൽ, യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ കൊടും പാപികൾക്ക് പോലും കടന്നു വരാനും മാനസാന്തരം പ്രാപിക്കാനും കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാനും കാരണമായത് നമ്മുടെ യോഗ്യതയല്ല. പാപമോചനം സ്വർഗം യേശു ക്രിസ്തുവിലൂടെ നമുക്കായി സൗജന്യമായി തന്നതായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് സൗജന്യമാണ്, ഫ്രീ ഗിഫ്റ്റ്. സൗജന്യമായി നൽകപ്പെട്ട സമ്മാനമാണ് പാപമോചനം. അത് കർത്താവ് കുരിശിൽ തീർത്തതാ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു. വചനം പറയുന്നു, പാപമറിയാത്തവനെ, ബാക്കി പറ, എന്തോ പാപമാക്കി മാറ്റി. കണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇന്നലകളിൽ ചെയ്തിട്ടുള്ളതും നാളെ ചെയ്യാൻ പോകുന്നതും, ഇന്നലകളിൽ സർവ്വജനതയും ചെയ്തിട്ടുള്ളതും നാളെ ജനിക്കാൻ പോകുന്ന സകല ജനപദങ്ങളും ചെയ്യാൻ പോകുന്ന മുഴുവൻ പാപത്തിന്റെയും പരിഹാരം ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയായ നിത്യദൈവമായ യേശു ക്രിസ്തു തന്റെ കാൽവരി കുരിശിൽ പൂർത്തിയാക്കി. 3 ആണികളിൽ പിടഞ്ഞു മരിച്ചപ്പോ, അവസാനത്തുള്ളി രക്തം ചിന്തിയപ്പോൾ പാപമോചനം സൗജന്യമായി സ്വർഗം നമുക്ക് തന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ സമ്മാനം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയാണ്. ചുങ്കക്കാരൻ നിൽക്കാൻ പറ്റി, ഫരിസേയന് നിൽക്കാൻ പറ്റി, പാപിക്ക് നിൽക്കാം, ധനവാന് നിൽക്കാം, സമ്പന്നന് നിൽക്കാം, ദരിദ്രൻ നിൽക്കാം. ഏത് ജാതിക്കും ഏത് മതത്തിലുള്ളവനും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരുപോലെ നിൽക്കാം, മാറ്റമില്ല അല്ലെ. ചിലർക്ക് അവിടെ കയറാം, ചിലവർക്ക് കയറാൻ പറ്റിയാലൊന്നുമില്ല. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരുപോലെ നിൽക്കാം. കാരണം സ്വർഗം തന്റെ പുത്രനിലൂടെ, യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന്റെ മുഴുവനും പാപത്തിന്റെ പരിഹാരമാണ് യേശു ക്രിസ്തു 3 ആണികളിൽ പൂർത്തിയാക്കിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമുക്ക് തമ്പുരാന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്ക് നിനക്കുണ്ട്. നമ്മുടെ ഇന്നലകൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ഏതവസ്ഥകളിൽ ഇന്നലകളിൽ കടന്നുപോയാലും പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള യോഗ്യത അത് യേശു ക്രിസ്തുവിന്റെ സഹനത്താലും അവന്റെ കുരിശുമരണത്താലും നമുക്കായി സ്വർഗം സമ്മാനിച്ച യോഗ്യതയാണ്, നമ്മുടെ യോഗ്യതയല്ല. അതുകൊണ്ട് ആ യോഗ്യതയിലേക്ക്, ആ കാരുണ്യത്തിലേക്ക്, ആ പാപപരിഹാര ബലിയിലേക്ക് ദൈവമേ, അല്ലെങ്കിൽ ആ പാപപരിഹാര കൂദാശയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചിട്ട്, ദൈവമേ എനിക്ക് തെറ്റുപറ്റി, എനിക്ക് ഇന്നലകളിൽ വീഴ്ചയുണ്ടായി, എനിക്ക് ഇന്നലകളിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, ജീവിക്കേണ്ടതുപോലെയല്ല ജീവിച്ചത്, തീരുമാനിക്കേണ്ടതുപോലെയല്ല തീരുമാനിച്ചത്, ചിന്തിക്കേണ്ടതുപോലെയല്ല ചിന്തിച്ചത്, അല്ലെങ്കിൽ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുപോലെയല്ല ക്രമപ്പെടുത്തിയതെന്ന് തമ്പുരാന്റെ മുമ്പിൽ അനുതാപത്തോടെ ഏറ്റുപറയുമ്പോ സൗജന്യമായി നൽകപ്പെട്ട പാപമോചനത്തിന്റെ, യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട പാപമോചനത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരായി? പറ. ദൈവമക്കളായി, വിശുദ്ധരായി. കണ്ടോ? അതുകൊണ്ട് ഏതു പാപിക്കും വിശുദ്ധരാകാനുള്ള അധികാരവും അവകാശവും അവന്റെ പാപമോചനത്തിലൂടെ അവൻ തരുന്നുണ്ട്. വിശുദ്ധ അഗസ്തീന്റെ ജീവിതത്തിലേക്ക് നോക്കിയ, ഇന്നലകളിലേക്ക് എടുത്തു നോക്കിയ, ഇന്നിന്റെ നമ്മൾ അൾത്താരകളിൽ വിശുദ്ധ അഗസ്തീനെ കയറ്റി നിർത്തി വണങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നലകളിൽ വണങ്ങാൻ പറ്റുന്ന ഒരു ഭൂതകാലമല്ല അഗസ്തീനുണ്ടായിരുന്നേ. കണ്ടവരൊക്കെ പറയും, ഓ നിന്റെയൊക്കെ ജീവിതം കണ്ടോ, നിനക്ക് ആർക്ക് വേണ്ടിയാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്? കുടുംബത്തിനും ഭാരം, മാതാപിതാക്കൾക്കും നാടിനും ഭാരമായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്?
ഉള്ളുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. മോണിക്ക പുണ്യവതി മാനസാന്തരത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോഴും ഒരു മാനുഷികതയിൽ ഒരുപക്ഷെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും, ഇങ്ങനെയുള്ളത് ഉണ്ടായതിലും ഭേദം ഉണ്ടാകാതിരിക്കുന്നതാ. ഹല്ലേലൂയ. ചില മാതാപിതാക്കളിവിടെ വന്നിട്ടുണ്ട്, അച്ചോ ചില സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, വല്ല പോകുന്ന വഴിക്ക് വല്ല വണ്ടി ഇടിച്ച് ചത്തുപോകുവാണെങ്കിൽ മരിച്ചു പോകുവാണെങ്കിൽ അത്രയും സമാധാനമുണ്ട്. ഇതൊക്കെ വീട്ടിലുള്ളത് കൊണ്ടാച്ചോ എന്ന് സമാധാനമില്ലാത്ത. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ലോകം മുഴുവനും പാപിയെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയ അഗസ്റ്റിൻ കർത്താവിന്റെ പാപമോചനം കരുണയിലേക്ക് ജീവിതം ചേർത്ത് വെച്ചപ്പോ വചനം പറയുന്നു, ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു, ഒരൊറ്റ നിമിഷം കൊണ്ട് അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിനായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഇതാണ് ഈ പാപമോചനം സൗജന്യമായി തന്നതാന്ന് പറഞ്ഞത്. അഗസ്റ്റിന്റെ യോഗ്യതയില്ല, അവിടെ ഒരു യോഗ്യതയില്ല. അഗസ്റ്റിന്റെ ജീവിതം വെച്ച് നോക്കിയാൽ അഗസ്റ്റിന് ഒരു യോഗ്യതയില്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പീഡാസഹനത്തിന്റെ പാപമറിയാത്തവൻ എനിക്കും നിനക്കും വേണ്ടി മൂന്നാണികളിൽ പാപിയെ പോലെ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചപ്പോ അവനെടുത്ത സഹനത്തിന്റെ യോഗ്യതയാൽ സ്വന്തമാക്കപ്പെട്ടതാണ് സൗജന്യമായ പാപമോചനം. സ്വരമുയർത്തി പറ ഹല്ലേലൂയ. ഈ പാപമോചനം കിട്ടുന്നത് പ്രിയപ്പെട്ട, പാപമോചനം ലഭിക്കാനുള്ള വഴി എന്നാണെന്നറിയാവോ? ഒരു ഏറ്റുപറച്ചിലിന്റെ വഴിയാ, ഒരു അനുതാപത്തിന്റെ വഴിയാ. കർത്താവിന്റെ കരുണ അനുഭവിക്കാൻ, അവന്റെ സ്നേഹം അനുഭവിക്കാൻ, അവന്റെ പാപപരിഹാര ബലിയിൽ ജീവിതത്തെ വെച്ച് പാപപരിഹാരം അവൻ ചെയ്യുന്നത് ജീവിതത്തിൽ സ്വന്തമാക്കാനുള്ള വഴി അനുദപിച്ച് ഏറ്റുപറയുക എന്നുള്ള വഴി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഇന്നലകളിൽ ഞാൻ ജീവിതത്തിൽ കടന്നുപോയ വഴികള്, പിശാചിന് ജീവിതത്തിൽ അവസരം കൊടുത്ത വഴികളെ തള്ളിപ്പറയണം, മാറ്റി നിർത്തണം, റിനൗൺസ് ചെയ്യണം. എന്നിട്ട് ഈശോയെ ഈ നിമിഷം മുതൽ അങ്ങോട്ട്, ഇന്നലെ എങ്ങനെ ആയിക്കോട്ടെ, പഴയതെന്തോ ആയിക്കൊള്ളട്ടെ, ഈ നിമിഷം വരെ ഞാൻ ഈ വചനകൂടാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം തമ്പുരാൻ എടുത്ത് മാറ്റിയിട്ട് ഇനി മുതൽ തമ്പുരാനെ ഈ നിമിഷം മുതൽ അങ്ങോട്ട്, ഹല്ലേലൂയ, നിന്നെ ജീവിതം കൊണ്ട് ഞാൻ ഏറ്റുപറയും. ഇത് പറയുമ്പോൾ അതൊരു അനുതാപത്തോടു കൂടിയാണ്, ഒരു സമർപ്പണത്തോടു കൂടിയാണ്. ഒരു ജീവിതത്തിന്റെ സത്യമായ ഹൃദയം പരിശോധിക്കുന്നവന്റെ മുമ്പിൽ, കൃത്യമായ ഹൃദയം പരിശോധിക്കുന്ന ദൈവത്തിന് സത്യമായൊരു തീരുമാനമാണെങ്കിൽ ആ നിമിഷം തന്നെ സ്വർഗത്തിന്റെ കരുണയൊഴുകി നീ വിശുദ്ധനായി മാറി, നീ വിശുദ്ധയായിട്ട് മാറി. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ ആരാ? എന്തോ അല്ലെങ്കിൽ ആരാകാൻ വിളിക്കപ്പെട്ടവരാ? ഉറക്കപ്പറ. അതാണ് അപ്പോസ്തലൻ പ്രത്യേകമായിട്ട് പറയുന്നത്, വിശുദ്ധരെ, ക്രിസ്തുവിൽ വിശുദ്ധരെ. വിശുദ്ധരെ എന്നാ ആദിമ ക്രൈസ്തവ സഭാ സമൂഹങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാ? വിശുദ്ധരെ. ഇപ്പൊ എങ്ങനെ അഡ്രസ് ചെയ്യുന്ന നമ്മള്? വീട്ടിൽ നിങ്ങൾ എങ്ങനെ പരസ്പരം അഡ്രസ് ചെയ്യുന്നേ? ആദ്യകാലങ്ങളിലൊക്കെ വിവാഹം കഴിഞ്ഞ ആളുകൾ ചേട്ടായി എന്നൊക്കെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്? ചേട്ടാ, ചേട്ടായി. എന്തൊരു സ്നേഹം! ഇങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ കല്യാണം കഴിപ്പിക്കാനൊക്കെ പല സ്ഥലങ്ങളിൽ കെട്ടിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് ഇത് കഴിയും ഇവരൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തെ സ്നേഹം കാണും. ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കും, ദൈവമേ ഈ ചേട്ടായി വിളി അവസാനം വരെ നിൽക്കണേ. ഇല്ലേ? എന്തൊരു സ്നേഹമാ, എന്തൊരു വിളിയാ! ഹല്ലേലൂയ. ഇപ്പൊ എങ്ങനെയാ വിളിക്കുന്നേ? എന്തോ കൂട്ടി മാടാന്നൊക്കെ വിളിക്കല്ലേ? കാലനോ മാടനോ? ഇപ്പൊ എന്നാ വെച്ചോ, വായയിൽ വരുന്നതൊക്കെ വിളിക്കുക, പ്രത്യേകിച്ചൊന്നുമില്ല. ആ സമയത്ത് കൺട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കൂല. അത് കെട്ടിയവനാണോ നോക്കൂല, മക്കളാണോ നോക്കൂല. ആ സമയത്ത് എന്ത് വായേല് വരുന്നോ അത് അമ്മയുടെ മുഖത്ത് നോക്കിയും പറയും, അപ്പന്റെ മുഖത്ത് നോക്കിയും പറയും. ഇപ്പൊ തെരഞ്ഞെടുപ്പിതാ വിശുദ്ധ അതിനൊരു ഒറ്റ വഴിയുള്ളൂ, വേറെ വഴിയില്ല. സ്വർഗം നമുക്ക് വേണ്ടി സമ്മാനിച്ച ഏക വഴിയാണ് പാപമോചനം. കർത്താവിന്റെ കുരിശിൽ നിന്ന് എടുത്തിട്ട്, ദൈവമേ ഇന്നലകളെ മുഴുവനും എന്താണെന്ന് നോക്കാതെ,
എന്റെ ഇന്നു മുതൽ അങ്ങോട്ടുള്ള ഓരോ നിമിഷവും ഈശോയെ നിനക്ക് വേണ്ടി, നിന്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്താമെന്നൊരുവൻ പറയുമ്പോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഈശോയെ ഏറ്റുപറയുമ്പോ അവിടെ കർത്താവിന്റെ കരുണയൊഴുകുക, പാപമോചനം ഒഴുകുക, അവിടെ വിശുദ്ധീകരണം സംഭവിക്കുക. ഒരുവൻ വിശുദ്ധ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, എല്ലാ വിശുദ്ധരുടെയും ജീവിതം എടുത്ത് നോക്കിക്കോ. സഭയിൽ ഇന്നോളമുള്ള ലക്ഷക്കണക്കിന് വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിക്കോ. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സഭ വിശുദ്ധരെന്ന് മുദ്ര കുത്താത്ത വിശുദ്ധരുടെ ജീവിതം എടുത്ത് നിങ്ങൾ നോക്കിക്കോ. അവരൊക്കെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിലും, പ്രതികൂലങ്ങളുടെ നടുവിലും, സഹനങ്ങളുടെ നടുവിലും, നൊമ്പരങ്ങളുടെ നടുവിലും ജീവിതം കൊണ്ട് ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നവർ ജീവിതം കൊണ്ട് അവിടെയാണ് പ്രിയപ്പെട്ട കർത്താവിന്റെ കരുണയും സ്നേഹവും പാപമോചനവും സൗജന്യമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു സഹോദരൻ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന നമ്മുടെ ആലപ്പുഴ ഭാഗത്തുള്ള വീൽ ചെയറിൽ ഇരുന്ന് ഒരു ശുശ്രൂഷകനെ കൊണ്ടുവന്നായിരുന്നു. 18 വർഷമായിട്ട് ശരീരം മുഴുവൻ തളർന്നു പോയത്. ശാലോമിലൊക്കെ നമ്മൾ നൈറ്റ് വിജിലിന് കണ്ടതാണ് ഒരു സാക്ഷ്യം. 18 വർഷമായിട്ട് ശരീരം മുഴുവൻ തളർന്നു പോയി. തളർന്ന് എങ്ങനെയാന്ന് വെച്ചാൽ എന്തൊരു കോൺട്രാക്ട് പരിപാടിയായിരുന്നു, ബിസിനസ് പരിപാടിയായിരുന്നു. അപ്പൊ ഈ ക്രെയിൻ വലിച്ചത് വരുന്ന സമയത്ത് അങ്ങാണ്ടും മറിഞ്ഞു വീണത് സഹോദരന്റെ മുതുകത്തേക്കാണ്. അതിൽ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നട്ടിലിന് എന്തോ ക്ഷതം സംഭവിച്ചു. ഇവിടെ നിന്ന് താഴേക്ക് തളർന്നു പോയി. അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെന്റും പരിപാടിയൊക്കെ ആയിട്ട് പോയി. ഡോക്ടർ പറഞ്ഞു, ഇനി മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. 4 മതിൽക്കെട്ടിനുള്ളിൽ തന്റെ ജീവിതം മുഴുവനും ഇനി മുന്നോട്ട് അവസാനിപ്പിക്കേണ്ടി വരും. ജീവിതം മുഴുവനും ഒരു 4 മതിൽക്കെട്ടിനുള്ളിൽ അവസാനിപ്പിക്കേണ്ടി വരും എന്നാ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ നാളുകളിലൊക്കെ നമുക്കറിയാം, ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഒരു മെഡിക്കേഷൻ പരിപാടിയുമായി ബന്ധപ്പെട്ടതെല്ലാം കഴിഞ്ഞിട്ട് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നമ്മൾ അടുത്ത പരിപാടി എന്നാ ചെയ്യും? ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി അലോപ്പതി കാണിച്ചു, ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, ലോകത്തിലുള്ള സകല കലാപരിപാടികൾക്കും പോയി കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാ ചെയ്യും? കാരിസ്മയിൽ കൺവെൻഷൻ വരും. ഹല്ലേലൂയ. അല്ലേ? പിന്നെ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ എവിടെയെങ്കിലും ഒരു ധ്യാനത്തിന് പോകും. ആരോ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, നീ ഒരു ധ്യാനത്തിന് പോ. അല്ല, നീ ചെയ്യാവുന്നൊക്കെ ചെയ്തില്ലേ? നീ പോകേണ്ടടുത്തൊക്കെ പോയില്ലേ? കാണിക്കാവുന്ന എല്ലാ ബെസ്റ്റ് ഡോക്ടേഴ്സിനെ കാണിച്ചില്ലേ? എന്നിട്ടൊന്നും മാറ്റം ഉണ്ടായില്ല. ഇനിയിപ്പോ ചിലപ്പോ കൊടികുത്തിയ കരിസ്മാറ്റിക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിൽ കാണും. അവർ പറയും, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം, എല്ലാം ശരിയാവും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ എനിക്ക് തോന്നുന്ന ആരോ പറഞ്ഞ പോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിലെ ഈ സഹോദരൻ 5 ദിവസവും അവിടെ കിടന്ന് ധ്യാനം കൂടി. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടു, തളർവാദ രോഗികൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. ഈ സഹോദരന്റെ 5 ദിവസം ധ്യാനം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. അല്ല, എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ഒരു ടീമുണ്ടല്ലോ, വീട്ടിൽ ചെല്ലട്ടെ, പോകുന്ന വഴിക്കെങ്കിലും ഫോൺ വിളിച്ച് 2 എണ്ണം പറയാമെങ്കിൽ അവനായിട്ട് പോകുന്ന വഴിക്ക് തന്നെ പറയാം, അവിടെ എത്താനൊന്നും നിൽക്കുകയല്ല. വെറുതെ മനസമാധാനത്തെ അവിടെ ഉള്ളിടത്തും കടന്നേനെ. ധ്യാനം കൂടാന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇനി 5 ദിവസം കടന്ന് ഈ കാണിച്ചല്ലാതെ ഒന്നും നടന്നില്ല. ഒന്ന് വടികുത്തിയെങ്കിലും നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ഒന്നും നടന്നില്ല. 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും നടന്നില്ല. പക്ഷേ ഒരു അഭിഷേകം ഈ മകന്റെ മേൽ വെളിപ്പെട്ടു. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. തളർന്ന ശരീരത്തിന്റെ മേൽ സ്വർഗത്തിന്റെ ഒരു അഗ്നി ഇറങ്ങി, ഒരു അഭിഷേകം വെളിപ്പെട്ടു. സംഭവിച്ചെന്നറിയോ? കഴിഞ്ഞ 18 വർഷമായിട്ട് ഇന്ന് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സ്വന്തമായിട്ട് കൈകൊണ്ട് കാറോടിച്ച് കാലുപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ താഴേക്ക് തളർന്നു കിടക്കുക. അതുകൊണ്ട് വാഹനത്തിലേക്ക് ഇരുത്തും, വീൽ ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വണ്ടി ഓടിച്ചോളും. കൈകൊണ്ട് ഓടിക്കാം. കൈകൊണ്ട് കാർ ഓടിച്ച് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 1,70,000 കിലോമീറ്റർ വാഹനം ഓടിച്ച് എന്നെ സുഖപ്പെടുത്താതെ ബലപ്പെടുത്തി അഭിഷേകം ചെയ്ത ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കുന്നു. ഹല്ലേലൂയ. സർവ്വത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-2 കിലോമീറ്റർ ഒന്നുമല്ല,
ഇവിടെ കയ്യും കാലം ഉണ്ടായിട്ട് നമുക്ക് പറ്റുന്നില്ല വണ്ടി ഓടിച്ച് അത്ര ഓടിക്കാൻ. 1,70,70,000 കിലോമീറ്റർ സ്വന്തമായിട്ട് കൈകൊണ്ട് കാറോടിച്ച് കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ശരീരം മുഴുവൻ തളർന്നു പോയിട്ടും മനസ്സ് തളരാതെ, ആത്മാവ് തളരാതെ, ശരീരത്തിൽ മുഴുവൻ സ്വർഗത്തിന്റെ അഗ്നിയും പേറിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ഈ സഹോദരൻ പറയുന്ന കാര്യമുണ്ട്, ശരീരത്തിന്റെ ഇവിടെ നിന്ന് താഴേക്ക് മലമൂത്ര വിസർജനങ്ങൾ അറിയത്തില്ല, സെൻസില്ല, സ്പർശിച്ചാൽ ഒന്നും അറിയത്തില്ല. ആര് കുന്തം കുത്തി ഇറക്കിയാലും ശരീരത്തിനൊരു അനക്കമില്ല. സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല പ്രിയപ്പെട്ടവരെ ദൈവം പ്രവർത്തിക്കുന്നേ. നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിലല്ല സ്വർഗം അഭിഷേകം ചെയ്യുന്നേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ട സാക്ഷിയാ, ഇവിടെ ഈ അൾത്താരയിൽ കയറി നിന്ന് കേട്ടതാ. ഡോക്ടർ 4th സ്റ്റേജ് ക്യാൻസറിന്റെ റിസൾട്ട് വന്നപ്പോ 4th സ്റ്റേജ് ഡോക്ടർ പറഞ്ഞു ഇനി 2 മാസം. എത്ര മാസം? എന്തോ ഡോക്ടർ പറഞ്ഞു എത്ര മാസം? മർത്താവ് പറഞ്ഞു എന്നാ പറഞ്ഞു? കർത്താവേ, ഇത് 4ാം ദിവസം, ചീഞ്ഞളിഞ്ഞിട്ടുണ്ട്, ദുർഗന്ധം വമിക്കുന്നുണ്ട്, അതുകൊണ്ട് കല്ലെടുത്ത് മാറ്റാൻ പറയണ്ട. കണ്ടോ, തീർന്നച്ചോ, എല്ലാം തീർന്നു. ഒരു പ്രതീക്ഷയില്ലച്ചോ, എല്ലാം തീർന്നു. ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല. എന്റെ മകന്റെ കുടുംബജീവിതം തകർന്നു തരിപ്പണമായി, മകളുടെ ദാമ്പത്യം തകർന്നു പോയി, മക്കൾ വഴിതെറ്റിപ്പോയി, സാമ്പത്തിക മേഖല അതുപോലെ തകർന്നു, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇല്ലച്ചോ, എല്ലാ പ്രതീക്ഷ പോയി, തീർന്നു. അങ്ങനെ പറഞ്ഞേ, എല്ലാം തീർന്നു. ഡോക്ടർ പറഞ്ഞു ഇനി 2 മാസമേ ഉള്ളൂ. അങ്ങനെ ആ സഹോദരൻ അറിയുന്നവർ കൂട്ടിക്കൊണ്ടുവന്നു ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞായറാഴ്ചയായിരുന്നു, ഞാനും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, വന്ന് ധ്യാനത്തിൽ കൂടുന്ന ഒരു ധ്യാനം തുടങ്ങുന്നുണ്ട്. അങ്ങനെ 2 പേരും കൂടി, ഹസ്ബൻഡും വൈഫും കൂടി ധ്യാനത്തിന് വന്നു. ഹസ്ബൻഡ് എന്നാ ചെയ്തെന്നറിയോ? ഭാര്യയെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ഈ സഹോദരൻ ചെയ്തെന്നാന്നറിയാവോ? നേരത്തെ പോയി പുള്ളിയുടെ സൈസിലുള്ള ശവപ്പെട്ടി ബുക്ക് ചെയ്തു. ഹല്ലേലൂയ, റെഡിയാ. അതെനിക്ക് തോന്നുന്നു ഇപ്പൊ കാശ് തിരിച്ചു മേടിച്ചെന്ന് തോന്നുന്നു. ശവപ്പെട്ടി ബുക്ക് ചെയ്തു. അന്നത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ കൊടുക്കണ്ടേ ചായയും ബിസ്ക്കറ്റും വേണ്ടേ? മരിച്ചടക്ക് കഴിയുമ്പോൾ നോർമല്. അപ്പൊ ജീവിത പങ്കാളിയും 2 പെൺമക്കളും കണ്ടു, അവർക്കിത് നോക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല അല്ലേ? അതുകൊണ്ട് തന്നെ പുള്ളി തന്നെ പോയി ബേക്കറി പോയിട്ട് ചായയുടെയും പിന്നെ ഈ ബിസ്ക്കറ്റിന്റെ കാര്യവും കൂടി ക്രമീകരിച്ചു. 2 മാസം കൂടി അല്ലേ മാക്സിമം പോകുള്ളൂ. എപ്പോൾ വേണമെങ്കിലും മാക്സിമം 2 മാസമോ അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയതാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 4 ദിവസം ദൈവ വചനത്തിന്റെ മുമ്പിൽ ഇരുന്നു. വേറൊന്നും ചെയ്തില്ല. അവിടെ രജിസ്ട്രേഷന് കൊടുത്ത കാശുണ്ട്, അതല്ല രോഗസൗഖ്യം കൊടുത്തത്, തെറ്റിദ്ധരിക്കരുത്. രജിസ്ട്രേഷൻ കൂടാതെ കാശില്ലാത്ത എത്രയോ പേര് ധ്യാനം കൂടുന്നുണ്ട് ഗ്യാരിസ്മനില്ലേ? അപ്പൊ അതൊന്നുമല്ല. 4 ദിവസം ദൈവത്തിന്റെ സ്വരം കേട്ടു, ദൈവവചനം ഇരുന്ന് അങ്ങോട്ട് കേട്ടു. ലാസറേ പുറത്തു വരിക എന്നുള്ള ദൈവത്തിന്റെ സ്വരം കേട്ടു. അടക്കം ചെയ്ത ചീഞ്ഞളിഞ്ഞ കല്ലറയ്ക്കുള്ളിൽ നിന്നും ഇതാ നീ ഇന്ന് പുറത്തു വരാൻ പോകുന്നു, നിന്നെ ഇന്ന് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള സ്വരം കേട്ടു. ചീഞ്ഞളിഞ്ഞ് കിടക്കുക, തീർന്നു, ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാ, പുറത്തു പറയാൻ പറ്റില്ല, ആരും അറിഞ്ഞാൽ നാണക്കേട്. അങ്ങനെ അവസ്ഥയിൽ നിൽക്കുമ്പോ ഈ വചനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. വെളിച്ചമുണ്ടാകട്ടെ, പുസ്തകത്തിൽ ആദ്യത്തെ വചനം, വെളിച്ചമുണ്ടാകട്ടെ. അന്നുവരെ മനസ്സിലും ചിന്തകളിൽ ഉണ്ടായിരുന്ന അന്ധകാരത്തിലേക്ക് ക്രിസ്തുവിന്റെ പ്രകാശം, വെളിച്ചം അങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങി. 4 ദിവസം വചനം കേട്ടു. ബുധനാഴ്ച ദിവസം നമുക്ക് ഡെലിവറൻസ് പ്രാർത്ഥനയുണ്ട്, വിടുതൽ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ സഹോദരിയും ഈ സഹോദരനും കൂടി പ്രാർത്ഥിക്കാൻ വന്നു. ജീവിത പങ്കാളി ഇരുന്ന് വാവിട്ട് കരയുക. ഞാൻ ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരി ഒരു രോഗിയുടെ മുമ്പിലിരുന്നാണോ ഇങ്ങനെ കരയുന്നത്? ഓക്കെ ചേച്ചി കരഞ്ഞോ, കരയേണ്ടെന്നൊന്നും പറയില്ല, കാരണം അങ്ങനെ ഒരു സംഘർഷമുണ്ട്, മക്കളുടെ കാര്യങ്ങളൊന്നും സെറ്റിലായിട്ടില്ല, ഒരു വേദനയുണ്ട്, അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവും, കരയുന്ന അവസ്ഥ. ഈ രോഗിയായിരിക്കുന്ന ഒരുവന്റെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ ഉള്ള പ്രത്യാശയും പ്രതീക്ഷ കൂടി നഷ്ടപ്പെട്ടു പോകില്ലേ? ഞാൻ ചേച്ചി വേണി മാറിയിരുന്ന് കരഞ്ഞോ. ഈ സഹോദരൻ ഈ വചനം കേട്ടോടി ഈ സഹോദരിക്ക് വചനം കേൾക്കാൻ പറ്റില്ല. കാരണം എന്താ? എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സടഞ്ഞു കിടക്കുക, വൈകാരികതകൾ.
അമിതമായ ദുഃഖം, വേദന മനസ്സിൽ തളം കെട്ടി കിടക്കുന്നുണ്ട്. ഈ സഹോദരിക്ക് വചനം ഒരുപക്ഷെ പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല, അതിന്റെ പ്രതികരണം. പക്ഷേ ഈ ചേട്ടൻ ആ ദിവസം കൊണ്ട് വചനം നന്നായിട്ട് കേട്ട് ഈ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛോ എനിക്കൊരു പേടിയില്ല, ഇവൾക്കാ പ്രശ്നം, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ എല്ലാത്തിനും റെഡിയാ. ദൈവം എന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടും, എനിക്കുറപ്പാച്ചു. ഇല്ലേ, എന്തു വന്നാലും ഞാൻ അത് സ്വീകരിച്ചോളാം. പ്രാർത്ഥിച്ചു, ബ്രേക്ക് ചെയ്തു പ്രാർത്ഥിച്ചു. രണ്ടുപേരും തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ചെന്നതോടെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. തളർന്നുകൊണ്ടിരുന്ന ശരീരം ഓരോ ദിവസം ബലം പ്രാപിക്കാൻ തുടങ്ങി. ഡോക്ടറിന് എന്തോ ഒരു സംശയം തോന്നി. അങ്ങനെ വീണ്ടും ചെക്കപ്പായി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ചുരുക്കുക ഇവിടെ വന്ന് ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ സഹോദരൻ പഴയ സർട്ടിഫിക്കറ്റും പുതിയ സർട്ടിഫിക്കറ്റ് 2 എണ്ണം, കാരണം ഡോക്ടർ നോക്കിയപ്പോ ഇതങ്ങനെ സംഭവിക്കില്ല എന്ന് തോന്നിയത് കൊണ്ട് മെഡിക്കൽ കോളേജിന് അടുത്തുള്ള മറ്റൊരു സ്കാനിങ് സെന്ററിൽ കൊണ്ടുപോയി സ്കാനിങ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. കാരണം എന്താ, ആദ്യത്തെ തെറ്റാണോന്നറിയാൻ. റിസൾട്ട് വന്നപ്പോ രണ്ടും കൂടി 2 റിസൾട്ട് എല്ലാം കൂടിയും വെച്ചിട്ട് അതിനകത്ത് പറയാ, ഒരു തരി പോലും ക്യാൻസറിന്റെ ഒരംശം പോലും ശരീരത്തിൽ അവശേഷിച്ചിട്ടില്ല. പ്രത്യാശയില്ലാത്തിടത്തും ദൈവത്തിന്റെ വചനം പ്രതീക്ഷ നൽകുന്നതാണ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഭാവി ഇരുളടഞ്ഞു പോയ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് ഇരുതള വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളെ തുളച്ചു കയറുന്നതും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി നിന്റെ സർവ്വ മേഖലകളിലും സൗഖ്യം തരാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയാ.